2009 മോഡൽ Civic ആണ്. അപ്പോൾ ഇതിന്റെ പിന്നെ പുഷ് സ്റ്റാർട്ട് ആണെന്ന് തോന്നുന്നു. പുഷ് സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടോ. നമുക്ക് ഇതിൻ്റെ എയർ ഫിൽറ്ററും കാര്യങ്ങളും ഈ സൈഡിലൊക്കെ ലൈറ്റ് വരുന്നുണ്ട് ഇവിടെ. Specification പവറാണ് ഇതിനുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറേ ഡീറ്റെയിൽ നോക്കാം. ഇത് ഫുൾ ഓപ്ഷനാണ്, മാനുവലാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ കുറച്ച് ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നോക്കാം. ഫ്രണ്ട്സ്, നമുക്ക് ആദ്യം ഇതിൻ്റെ ഇൻറ്റീരിയറും ബാക്കിയുള്ള സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ നോക്കണ്ടല്ലോ. നമ്മൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു എയർ ബാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ നമ്മളൊരു AC വിൻഡോ, ഒരു പ്രത്യേക ഒരു AC വിൻഡോ വരുന്നത്. അതുപോലെ നമുക്ക് ഇവിടെയുണ്ട്. പിന്നെ കാസ്റ്റീരിയയിലേക്ക് വരുവാണെങ്കിൽ നമുക്കിവിടെ ഒരു ഡിസ്ക് ടൈപ്പാണ്. അപ്പോൾ ഇവിടെ കുറേ സംഭവങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ട്യൂണർ സൗണ്ട്, പിന്നെ നമ്മൾ ഓട്ടോ ക്ലൈമാറ്റ് AC കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അന്ന് കിട്ടുന്നുണ്ട്. പിന്നെ പുഷ് സ്റ്റാർട്ടാണെന്ന് തോന്നുന്നു. പുഷ് സ്റ്റാർട്ടും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നേരെ സ്റ്റിയറിംഗിലേക്ക് വരുവാണെങ്കിൽ സ്റ്റിയറിംഗ് അത്യാവശ്യം നല്ലൊരു സ്പോർട്ടി ആയിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ്. പിന്നെ അതേപോലെ സ്പീഡോമീറ്ററിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ക്ലൈമറ്റ് ഒരു സിൽവറും ഒരു ക്രോമും കൂടി ആയിട്ടുള്ള, അതേപോലെ തന്നെ അതിൻ്റെ ഫ്രണ്ടിൽ ഇച്ചിരി ടോപ്പായിട്ട് തന്നെയാണ് അതിൻ്റെ സ്പീഡോമീറ്ററും കാര്യങ്ങളും. പിന്നെ ഫ്യൂവലിൻ്റെത്, ഹീറ്റിങ്ങിൻ്റെത്, അങ്ങനെ കുറച്ച് ഇൻഫർമേഷനും കാര്യങ്ങൾ. ഇതിൽ മെയിനായിട്ട് കാണിക്കുന്നത് RPM മീറ്ററാണ് കേട്ടോ മെയിനായിട്ട് കാണിച്ചിരിക്കുന്നത്. ജസ്റ്റ് നമുക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം കേട്ടോ. നോക്കാം വേണ്ട. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇവിടെയും ഒരു AC-യുടെ സംഭവങ്ങളും കാര്യങ്ങളും. പിന്നെ അതേപോലെ നമുക്കിവിടെ ഒരു സെലക്ടറും കാര്യങ്ങളും. പിന്നെ നമ്മുടെ ലൈറ്റിൻ്റെതും. പിന്നെ നമുക്ക് സൈഡ് ഡോറിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് പവർ വിൻഡോയും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക്. പിന്നെ സൈഡ് മിററൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതേപോലെ നല്ലൊരു ട്യൂട്ടറാണോ എന്തോന്ന് അറിയത്തില്ല, ഒരു സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ നമുക്ക് ഇവിടെയും സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റോറേജ് സ്പേസ് നമുക്കുണ്ട്. ഒരു കുപ്പി ഹോൾഡറൊന്നും ഇല്ല, അതായത് ബോട്ടിൽ ഹോൾഡറൊന്നും ഇല്ലാത്തൊരു രീതിയിലുള്ളൊരു കവറും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ നേരെ ഗിയറിലേക്ക് വരുവാണെങ്കിൽ ഒരു സ്പോർട്ടി ആയിട്ടുള്ള ഗിയറാണ്. നല്ലൊരു സിൽവർ ആയിട്ടുള്ളൊരു സ്പോർട്ടി ആയിട്ടുള്ളൊരു. പിന്നെ അതേപോലെ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ ഹാൻഡ് ബ്രേക്കൊക്കെ നമുക്ക് ഇവിടെയാണ്. അതേപോലെ നമുക്ക് ഇവിടെ ഒരു ചെറിയ സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ. അതേപോലെ നമുക്ക് അടക്കാൻ പറ്റും. അതേപോലെ നമുക്ക് ഇവിടെ ഒരു ചെറിയതായിട്ടുണ്ട്. അതേപോലെ ഹാൻഡ് റെസ്റ്റൊക്കെ ഇവിടെ നമുക്കിവിടെ സുഖമായിട്ടിരിക്കാൻ പറ്റുന്നില്ല. അതായത് അതേപോലെ നമുക്ക് മേളിലേക്ക് വരുവാണെങ്കിൽ നമുക്കൊരു ലാമ്പ് വരുന്നുണ്ട്, 2 ലാമ്പ് വരുന്നുണ്ട്. പിന്നെ അതേപോലെ നമുക്ക് ഇവിടെ ഒരു സൺ മിററും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇവിടെയും വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു സൺ മിററും കാര്യങ്ങളൊക്കെ. നമുക്ക് അതാണ് ഇപ്പോൾ വണ്ടിയുടെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. 2 എയർ ബാഗ് വരുന്നുണ്ട് കേട്ടോ, ഇവിടെയും വരുന്നുണ്ട്, അതിപ്പോൾ വരുന്നുണ്ട്. നമുക്ക് ബാക്കി ഡീറ്റെയിൽ നോക്കാം. സൈഡിലൊക്കെ ലൈറ്റ് വരുന്നുണ്ട്, സൈഡിൽ വരുന്നുണ്ട്. പിന്നെ സ്പേസ് ഒന്ന് നോക്കാം. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഡിക്കി സ്പേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അത്യാവശ്യം കുറേ സാധനങ്ങളൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് അപ്പോൾ ഇതിൻ്റെ ലോണൊക്കെ ഒന്ന് തുറന്നു നോക്കാം. ഇതിൻ്റെ എഞ്ചിൻ നോക്കാം. അപ്പോൾ ഒരു 4 സിലിണ്ടർ എഞ്ചിനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങോട്ട് വരുവാണ് വാഷിങ്ങിൻ്റെ പിന്നെ ഫ്യൂവൽ അങ്ങനെ ബ്രേക്കിൻ്റെ ABS ബ്രേക്കിംഗ് സിസ്റ്റമാണ് ഇപ്പോൾ. അന്നോട്ടുള്ളത് 2009 തൊട്ട് ABS ബ്രേക്കിംഗ് സിസ്റ്റം ഉള്ളതാണ്. നമുക്ക്
ഇതിനകത്ത് എയർ ഫിൽറ്ററും കാര്യങ്ങളും പിന്നെ ഇതൊക്കെ സെൻസറും കാര്യങ്ങളൊക്കെയാണ്. ഇതിൻ്റെ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിലും കാര്യങ്ങളൊന്നും അറിയുന്നതാണ്. നിങ്ങൾ ജസ്റ്റ് എഞ്ചിൻ ജസ്റ്റ് കാണിക്കുന്നത് ഇവിടെ ഒരു നീറ്റും ക്ലീനും ആയിട്ടുള്ള എഞ്ചിൻ ബേ തന്നെയാണ്. അപ്പോൾ അത് നമുക്ക് ജസ്റ്റ് നടത്തേക്കാം. അടിപൊളിയാട്ടോ, വണ്ടി ഓടിക്കാൻ നല്ല ലുക്കാണ്, കുഴപ്പമില്ല. ബാ നീ ആദ്യം ഇറങ്ങി.